ഹലോ, ഈ രാത്രിയിൽ ഞാനും ഒക്കെയും കൂടി എവിടോട്ട് പോകാമെന്ന് തോന്നും അല്ലേ? ഈ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു പാല് കാച്ചുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പാതിരാത്രിക്കാണോ ഈ പാല് കാച്ചെന്ന്. പാതിരാത്രിക്കല്ല പാല് കാച്ച്, പാല് കാച്ചൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. വൈകുന്നേരം അതിൻ്റെ ഫംഗ്ഷനാണേ. ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കാണെങ്കിലും സംശയം തോന്നാം ഈ പെങ്കൊച്ചുങ്ങൾക്ക് രാത്രി മാത്രമേ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടായിരിക്കും എങ്ങോട്ടെങ്കിലും സാധാരണ പോകാറുള്ളത്. അങ്ങനെ പോയി ഇപ്പം ഇത് ശീലമായിപ്പോയി. രാവിലെ വെറുതെ ഇരുന്നെന്ന് പറഞ്ഞാലും രാവിലെ പോകാൻ തോന്നത്തില്ല. പിന്നെ ഈ രാത്രി പോകുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. വലിയ ട്രാഫിക് ഇല്ല, വെയിലില്ല, വലിയ അലച്ചിലില്ല, ഒരു കുഴപ്പമില്ല, പോയിട്ട് സുഖമായിട്ട് തിരിച്ചു വരാം. പിന്നെ പൊതുവേ എനിക്ക് വെട്ടവും വെളിച്ചമൊക്കെ കാണുന്നതിനെക്കാട്ടിലും ഇഷ്ടം എനിക്ക് ഇരുട്ടും ഈ ശാന്തതയും ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്കിനി വട്ടാണോ എന്ന്. അങ്ങനെയും പറയാം. നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾക്ക് ശരിക്കും വീട് എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു. മാപ്പിലെ ലൊക്കേഷൻ നോക്കിയാണ് പോയത് കേട്ടോ. പക്ഷെ കുറച്ചെത്തിയപ്പോൾ മാപ്പ് പണി തന്നായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് അനങ്ങുന്നില്ലായിരുന്നു. അത് പിന്നെ വണ്ടിയൊക്കെ നിർത്തി ശരിയാക്കിയിട്ടാണ് പോയത്. പക്ഷെ എന്തോ ഒരു സംതിങ് റോങ് എന്നൊക്കെ പറയുന്നത് കൂട്ടായിരുന്നു. ഇങ്ങനെയാണോ എല്ലാവരുടെയും ഫോണിലെ മാപ്പ് ഇപ്പം? അതോ ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് വല്ല അപ്ഡേഷനും വന്നതാണോ എനിക്കറിഞ്ഞൂടാ. ഒരു അരമണിക്കൂർ മുന്നേ വരെ ഇങ്ങനെ അല്ലായിരുന്നു, മര്യാദയ്ക്ക് പൊക്കോണ്ടിരുന്നായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇറങ്ങിയില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് മാപ്പിനകത്ത് കാണിക്കുന്നത് കൂട്ടങ്ങ് പോയേ. ഇനി മാപ്പ് ശരിക്കും പണിയെന്നാണോ എന്ന് അറിയത്തില്ല കേട്ടോ. കാരണം വിജനമായ വഴികളിലൂടെ ആയിരുന്നു യാത്ര. ഇത്രയും ധൈര്യം ചാൾസ് ഷോഫറാജി അങ്ങനല്ലേ പേര് അയാളുടെ, അതിൽ പോലും അയാൾക്ക് പോലും കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ ഓരോരുത്തരൊക്കെ. ഇനി അയാൾ ആരാണോന്ന് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഇപ്പം അറിഞ്ഞിട്ടാണോ നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ സംഭവം പോയ വഴി തിരിച്ചു വരേണ്ടി വന്നു. കാരണം മാപ്പ് പറ്റിച്ചു. ഇതാണ് എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളത്. ഞാൻ ആരെ വിശ്വസിച്ചാലും അവസാനം അവർ പറ്റിക്കും. അപ്പോൾ ഇനിയാണ് എൻ്റെ അടുത്ത പ്രശ്നം. എന്നെ ആര് പറ്റിച്ചാലും ഞാൻ പിന്നെ അവരെ വിശ്വസിക്കും. പിന്നെ ആ മാപ്പ് നോക്കിയിരുന്ന എൻ്റെ മനസ്സ് നിങ്ങളെ കാണാതെ പോരുത്. അതാണ് പ്രശ്നം. പിന്നെയും വിശ്വസിക്കും, പിന്നെ അവർ പറ്റിക്കും. ദാ എത്തി എന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷെ ഞങ്ങൾ വഴി കിടക്കുകയാണ്, എങ്ങും എത്തിയിട്ടില്ല. ഇനി നമ്മുടെ നാക്ക് പുറത്തെടുത്തേ പറ്റത്തുള്ളൂ. വഴി കണ്ട ചേച്ചി എടുക്കെ വീടും വഴിയൊക്കെ ചോദിച്ച് പിന്നെ ആ ചേച്ചി പറഞ്ഞു തന്ന് അങ്ങനെ പോയി കേട്ടോ. അങ്ങനെ അവസാനം എത്തിപ്പെട്ട് വീടിൻ്റെ അടുത്തു നിന്ന് 10-12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഇറങ്ങിപ്പോയെന്ന് പറയാം കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വീട്. നല്ലൊരു വീടായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടായിരുന്നേ. ഒരു പോസിറ്റീവ് വൈബുള്ള വീടായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പിന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറും അടുക്കളയുടെ ഡോറും ഒരു ഡയറക്ഷനിലോട്ട് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ അധികം വീടൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും രണ്ട് ദിക്കിലോട്ടാണ്. പിന്നെ നമ്മളൊരു പാലുകാച്ചലിന് വന്നു കഴിഞ്ഞാൽ വീടെല്ലാം ഒന്ന് കയറി കാണണം. അതൊരു പരമ്പരാഗതമായിട്ട് മലയാളികൾ കൈമാറി വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും കുറച്ചില്ല കയറി കണ്ടിട്ടുണ്ടായിരുന്നു വീടൊക്കെ. പിന്നെ അവിടുത്തെ ബാക്കി കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡിലോട്ടിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചത് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. വേറെ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ പൊറോട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഫുഡും എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല. ഞാൻ പൊറോട്ടയിൽ ഫാനാണ്. കഴിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങി ഓടുന്നതല്ല കേട്ടോ. കുറേ സമയമൊക്കെ അവിടെ കാര്യമൊക്കെ പറഞ്ഞ് നിന്നായിരുന്നു. പക്ഷേ ആളുകളെ കണ്ടപ്പോഴത്തേന് എൻ്റെ ഉള്ളിലെ ഇൻട്രോവേർട്ട് ഉണർന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ പോക്കറ്റിൽ തന്നെ വെച്ചു. പിന്നെ അവിടെ നിന്ന് അനക്കിയിട്ടില്ല. കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്കൊക്കെ മൊത്തം നമ്മുടെ 28ാം ഓണത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓണാട്ടുകാരയുടെ ഓണമാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓണത്തിനെക്കാട്ടിലും കൂടുതൽ ആഘോഷിക്കുന്നത് 28ാം ഓണമാണ് കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് അതാണ്. ഒന്നാമത് ഇപ്പം നവരാത്രിയും കൂടി ആയതുകൊണ്ട് എല്ലാ അമ്പലത്തിലും ലൈറ്റും വിളക്കും ഒക്കെയാണ് കേട്ടോ. അതും ആളും ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആണല്ലോ. അതിൻ്റെ കൂടെ നമ്മുടെ 28ാം ഓണം കൂടി ആയതുകൊണ്ട് നമ്മുടെ റോഡ് ഫുള്ളിൽ പകലിറങ്ങി നടക്കുന്നത് കൂട്ടാണ്. അത്രയ്ക്ക് വെട്ടവും ഭയങ്കര രസമാണ് കേട്ടോ. 28ാം ഓണത്തിൻ്റെ തലേന്നും മുന്നത്തെ ദിവസമൊക്കെ അടിപൊളി ആഘോഷമാണ് കേട്ടോ. അതൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ വ്ലോഗ് എടുത്തിടാം. നമ്മൾ ഫുൾ അവിടെ തന്നെയൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു വരുന്ന വഴിക്ക് ഷടപടയെന്നും പറഞ്ഞ് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പെയ്യും തോരും അങ്ങനത്തെ ഒരു ടൈപ്പ് മഴയാണ് ഇപ്പോൾ 3-4 ദിവസം കൊണ്ട്. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും പുറത്ത് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ തന്നെ ഇറങ്ങി പെട്ടെന്ന് കോട്ട് എടുത്തിട്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് റെയിൻ കോട്ട് ഇടുന്ന ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പിന്നെ ഒക്കെ പേടിച്ചങ്ങ് ഇടുന്നതാണ്. എനിക്ക് എന്തോ മഴയൊക്കെ ഇങ്ങനെ നനഞ്ഞു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിറ്റേന്ന് പനിയാവും, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ നേരെ പാലമൊക്കെ ഇറങ്ങി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പാലാച്ചിന് പോയതേ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് കൂട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.